അപ്പോൾ നമ്മൾ നോക്കുന്നത് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് പ്രോബ്ലംസ് ആണ്. സോ മെയിൻ ഐഡിയ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റിൻ്റെ ഇതാണ്. സോ നമുക്കറിയാം ബി സബ് എൻ ഈസ് ഗ്രേറ്റർ ദൻ എ സബ് എൻ. അതായത് ബി സബ് എൻ എന്ന് പറയുന്നത് ബിഗ് സീരീസ് ആണ്, വലിയ സീരീസ് ആണ്. അതായത് അതിൻ്റെ ടേംസിൽ വലിയ സീരീസ് ആണ്. എ സബ് എൻ എന്ന് പറയുന്നത് ചെറിയ സീരീസ് ആണ്. സോ നമുക്കൊരു മെയിനായിട്ട് പറയുന്നത് സം ഓഫ് ബി സബ് എൻ അപ്രോച്ച് ഈസ് ഗോയിങ് ടു ബി കൺവെർജ്, ദെൻ ദ സം ഓഫ് എ സബ് എൻ ഓൾസോ ഗോയിങ് ടു കൺവേർജ്, അതും കൺവേർജ് ആവും. അതുപോലെ തന്നെ ദ സം ഓഫ് എ സബ് എൻ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ ദെൻ ദ സം ഓഫ് ബി സബ് എൻ ഓൾസോ ഗോയിങ് ടു ഡൈവേർജ്. പക്ഷെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇപ്പോൾ ബി സബ് എൻ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും എ സബ് എൻ ഡൈവേർജ് ചെയ്യണമെന്നില്ല, ഇതേ ഇതിൽ തന്നെ പോകണം. സോ നമുക്കൊരു പ്രോബ്ലം നോക്കി നോക്കാം അല്ലേ. So first the problem, the sum from 1 to infinity of 1 divided by 4 plus 3 raised to n. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ രണ്ടാക്കി മാറ്റണം. സോ ഒന്നും കൂടെ ഇവിടെ എഴുതാം. ദ സം ഇവിടെ എഴുതാം അല്ലേ. ദ സം ഇവിടെ തന്നെ എഴുതാം. സം 1 to infinity ഓഫ് 1 divided by 4 plus 3 raised to n. നമുക്ക് രണ്ടാമത്തെ സം എഴുതാം. നമുക്ക് ഈ എൻ ടേമില്ലേ, ഈ എൻ ടേമിനെ ഈ 4 എടുത്ത് കളഞ്ഞിട്ട് ഈ ഇത് രണ്ടെണ്ണം ഇടാം. 1 divided by 3 raised to n ഇടാം. സോ 4 കാണണം, അതാണ് നമുക്ക് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം. സോ 1 divided by 3 raised to n. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൽ ഏറ്റവും ബിഗ് സീരീസ് ഏതാണ്, ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? ഓക്കെ, ഇതിൽ ഏറ്റവും വലിയ സീരീസ് ഏതാണ്? ഇതിന് ഡിനോമിനേറ്ററിൽ ടേംസ് കൂടുതലാണ്, പക്ഷേ ഇതിന് ഡിനോമിനേറ്ററിൽ ഒരൊറ്റ ടേമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സീരീസ് എന്ന് പറയുന്നത് ഈ ഭാഗത്തെയാണ്, അതായത് ബി സബ് എൻ. ഇതാണ് ചെറുത്. അപ്പോൾ നമുക്ക് പറയാം എ സബ് എൻ ഇടാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതല്ലേ ബി സബ് എൻ. നമുക്ക് ബി സബ് എന്നിൻ്റെ ഇതൊന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇതിൻ്റെ എന്താ പറയുക, ഇത് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ കണ്ടുപിടിക്കാം. ഇത് സെയിം ആണ്. സം ഫ്രം 1 to infinity ഓഫ് 1 divided by 3 raised to n പവർ. നമുക്ക് മനസ്സിലായി ഇതൊരു എന്താ പറയുക, ഇതൊരു ജിയോമെട്രിക് സീരീസ് ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും ആവുക, കൺവേർജ് ആവും. കാരണം കൺവേർജ് ആണ് ആവുക, കാരണം ഇത് ജിയോമെട്രിക് സീരീസ് ആയതുകൊണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കി നോക്കാം. സോ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 1 divided by 1 minus 1/3, 3 പ്രാവശ്യം ഡിവൈഡ് ചെയ്യാം. നമുക്ക് കിട്ടും 3 divided by 3 minus 1 which is 3/2. കൺവേർജിങ് അല്ലേ. സോ കൺവേർജിങ് ആണ്. ഇനി നമുക്ക് ഈ ബി സബ് എൻ കൺവേർജ് ചെയ്യണമെങ്കിൽ എ സബ് എന്നും കൺവേർജ് ചെയ്യും. സോ ഇതും കൺവേർജ് ചെയ്യും. സോ അതാണ് മെയിൻ ഐഡിയ. ഇനി അടുത്തൊരു പ്രോബ്ലം കൂടെ സോൾവ് ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യും, 5 എടുത്ത് മാറ്റാം. 5 എടുത്ത് മാറ്റുമ്പോൾ സം ഇതിൽ ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നത് 5 ആണ്. സോ അതിനെടുത്ത് കളയുക, എന്നിട്ട് ഇത് രണ്ടെണ്ണം എടുത്ത് എഴുതുക. അപ്പോൾ n is equal to 1 to infinity ഓഫ് 1 divided by n raised to 3. നമുക്ക് പി സീരീസ് ആണ് കിട്ടിയത്. നമുക്ക് പി സീരീസിൻ്റെ ഒരു വീഡിയോ ആയിട്ടുണ്ട്. സോ പി സീരീസ് വെൻ p ഈസ് ഗ്രേറ്റർ ദെൻ 1 ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കൺവേർജ്. ഓക്കെ, കൺവേർജ്. അതുപോലെ തന്നെ ഇതാണ് ബി സബ് എൻ, കാരണം ഇതിൽ കൂടുതൽ ടേംസ് കൂടുതലാണ്. അപ്പോൾ ഇതിന് കുറച്ച് ഒരു ടേമേ ഉള്ളൂ, അതുകൊണ്ട് ഇതാണ് വലിയ സീരീസ് ബി സബ് എൻ, എ സബ് എൻ. ഓക്കെ, ബി സബ് എൻ ആണ് കൺവേർജിങ്. അപ്പോൾ എ സബ് എൻ എന്തായിരിക്കും, കൺവേർജിങ് ആണ്. അപ്പോൾ ഇതും കൺവേർജിങ് ആണ്, ഇതും കൺവേർജിങ് ആണ്. കൺവേർജിങ് രണ്ടെണ്ണം കൺവേർജ് ചെയ്യണം. സോ നമുക്കൊരു പ്രോബ്ലം കൂടെ സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ പി ലെസ്സർ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ അത് ഡൈവേർജിങ് ആണ്. ഓക്കെ, ഡൈവേർജിങ് ആണ്. ഓക്കെ, ദ സം 1 to infinity 1 divided by 4 plus the cube root of n. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 എടുത്ത് മാറ്റാം. സോ നമുക്ക് കിട്ടി ദ സം ഫ്രം 1 to infinity, അതുപോലെ തന്നെ 1 divided by the square cube root of n. സോ ഇതിൽ വലിയ സീരീസ് എന്ന് പറയുന്നത് തന്നെയാണ്, കാരണം ഡിനോമിനേറ്ററിൻ്റെ അളവ് കൂടുന്നോളും ഇത് ചെറുതായിക്കൊണ്ടേയിരിക്കും. സോ ഇതെന്താണ്, എ സബ് എൻ ആണ്. ചെറിയ സീരീസ് ഇതാണ്, വലിയ സീരീസ് ഇതാണ്, ബി സബ് എൻ. ഓക്കെ, സോ ഇനി നമുക്ക് ബി സബ് എൻ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ദ സം ഫ്രം 1 to infinity 1 divided by n raised to, നമുക്ക് എന്താണ് പവർ മോഡലാക്കാം. സോ ഇവിടുത്തെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. സോ പവർ ഡിവൈഡ് ബൈ ഇൻഡെക്സ് നമ്പറാണ് ഇതിൻ്റെ ആൻസർ, അതായത് 1/3. സോ 1/3 ഈസ് ഗ്രേറ്റർ അല്ല, ലെസ്സർ ആണ്, ലെസ്സർ ദൻ 0. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ഡൈവേർജസ്. അപ്പോൾ ബി സബ് എന്നെ ഡൈവേർജ് ചെയ്ത് കഴിഞ്ഞാൽ എ സബ് എന്നും ഡൈവേർജ് ചെയ്യും അല്ലേ? പക്ഷെ അല്ല, അങ്ങനെയല്ല. എ സബ് എന്നെ ഡൈവേർജ് ചെയ്താലാണ് ബി സബ് എൻ ഡൈവേർജ് ചെയ്യുക. പക്ഷേ ഇതിവിടെ ബി സബ് എന്നാണ് ഡൈവേർജ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ എ സബ് എൻ ഡൈവേർജ് ചെയ്യില്ല. സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇൻകൺക്ലൂസീവ് ആണ്. നമുക്ക് ചിലപ്പോൾ ഇത്
കൺവേർജ് ചെയ്യും, ചിലപ്പോൾ ഇത് ഡൈവേർജ് ചെയ്യും. സോ ബൈ ബൈ. സോ ഇത്ര വീഡിയോ ഉള്ളൂ. ബൈ ബൈ ഗൈസ്.